ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിക്കുട്ട് ബൈ അനു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടക്കയാണ്. ചിലയിടങ്ങളിൽ ഇതിനെ ഉണ്ടക്ക എന്നും ഉണ്ടംപൊരി എന്നും അതുപോലെ തന്നെ ബോണ്ട എന്നും ഒക്കെ പറയുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 2.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 3 ചെറുപഴം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 3-4 ആണി വെല്ലം ഉരുക്കിയതാണ്. അത് കുറച്ചൊഴിച്ച് അതിലേക്ക് കുറച്ച് നല്ല ജീരകവും ഇട്ട് ഒരു 3 ഏലക്കയും ഇട്ട് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് മാവിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അടിച്ചു വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. ഇത് അധികം ലൂസായി പോകേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഒരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇതിലെ ഒരു പുളിയൊക്കെ വന്ന് ശേഷം മാത്രമേ നമ്മളിത് ചുട്ടെടുക്കാൻ പാടുള്ളൂ. അതുവരെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ഇച്ചിരി കൂടെ തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ചെറിയ ഉരുളകളാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇത് മൊത്തം ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം കരിഞ്ഞും ഉള്ളു വേകാതെയും ഇരിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. മാവിടുമ്പോൾ ഷേപ്പൊന്നും ആവശ്യമില്ല, തന്നെ ഉരുളയായിട്ട് വന്നോളും. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതും കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ടയ്ക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണിത്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.